വാട്സപ്പ് ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റി സൗത്ത് ക്യാമ്പസിലാണ്. അപ്പോൾ നമുക്ക് സൗത്ത് ക്യാമ്പസിലെ വിശേഷങ്ങളും ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ നോക്കാം. എന്തൊക്കെയുള്ളതെന്നല്ല, ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ, ലൈബ്രറി, ഇവിടുത്തെ റൂട്ട് കാര്യങ്ങളൊക്കെ. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് സൗത്ത് ക്യാമ്പസിൻ്റെ നല്ലൊരു വീഡിയോ കാണാൻ പറ്റില്ല. നല്ലൊരു വീഡിയോ കാണാൻ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു വീഡിയോ കാണാൻ പറ്റില്ല. അപ്പോൾ ഇനി നോക്കുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ എടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാം. ഇവിടെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഗേറ്റ് വരുന്നത്. കയറി കഴിഞ്ഞാൽ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി സൗത്ത് ക്യാമ്പസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതേപോലെ ഇങ്ങോട്ടൊരു റോഡുണ്ട്, ഇവിടേക്ക് ഒരു റോഡുണ്ട്. അപ്പോൾ ഈ രണ്ട് റോഡും കണക്ട് ചെയ്യണത് സെയിം സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഈ റോഡിൽ കൂടെ അങ്ങനെ പോയി നോക്കാം. നമുക്ക് ഫസ്റ്റ് എങ്ങോട്ടാണ് പോവാം? ലൈബ്രറി ആണോ അതോ ഒന്ന് ലൈബ്രറി ആണല്ലേ, പിന്നെ ഒന്ന് എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ. അങ്ങോട്ട് അഡ്മിൻ ബ്ലോക്ക് അങ്ങോട്ടൊക്കെ നമുക്ക് പിന്നെ പോവാം. ഫസ്റ്റ് നമുക്ക് ഈ ലൈബ്രറീൻ്റെ കൂടെ വിടല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിനി ഫസ്റ്റ് പോകാൻ പോണത് ലൈബ്രറീൻ്റെ സൈഡിൽ കൂടെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് എന്തായാലും ഈ ലൈബ്രറീൻ്റെ ഈ സൈഡിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ ആ എൻഡിലാണ് എത്തുക, ഈ രണ്ട് റോഡ് കണക്ട് ചെയ്യുന്ന ഭാഗത്ത്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് നേരെ പോയേക്കാം. ഇവിടെ ഭയങ്കര ഒരു പച്ചപ്പ് നിറഞ്ഞ ക്യാമ്പസാണ്. ഇവിടെ പി ജി മാത്രമേ ഉള്ളൂ. പി ജി ലൈഫ് ഇങ്ങനെ ഫുള്ള് പരിപാടികൾ കാര്യങ്ങളൊക്കെ വിചാരിച്ച് വരുന്ന ആൾക്കാർക്ക് ആഘോഷിക്കാൻ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിന് പോവുക, പഠിക്കുക, ലൈബ്രറി പോയിരിക്കുക, പിന്നെ നല്ല കുട്ടികളൊക്കെ ഉണ്ടാവും, കുട്ടികളൊക്കെ നോക്കിയിരിക്കുക. അല്ലാതെ ഇപ്പോൾ ഇവിടെ എപ്പോഴും പരിപാടിയൊന്നും ഉണ്ടാവില്ല. പരിപാടിയൊക്കെ വേണമെങ്കിൽ നോർത്ത് ക്യാമ്പസ് പോവാം. നോർത്ത് ക്യാമ്പസിൽ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഓണപ്പരിപാടി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവും. മൈത്രീൻ്റെ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും, അതിനൊക്കെ പോവാം. അല്ലാതെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ പരിപാടിയൊന്നും ഉണ്ടാവില്ല. റഷാദക്ക, അപ്പോൾ നമ്മളിന്ന് അപ്പോൾ ലൈബ്രറീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ലൈബ്രറി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലൈബ്രറി തുറക്കും. ബാക്ക് സൈഡിൽ കൂടെ ഒരു ഡോറുണ്ട്, അതിൽ കൂടെ നമുക്ക് കയറാൻ പറ്റും. അത് 24 hours ഉണ്ടാവും. പിന്നെ ലൈബ്രറിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച അതൊക്കെയാണ്. ഇവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IIC, കെമിസ്ട്രി, പിന്നെ OR, പിന്നെ സൈക്കോളജി, പിന്നെ വരുന്നത് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, മൈക്രോബയോളജി ഉണ്ട്, MBA ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ വരുന്നത് മൈക്രോബയോളജി, അങ്ങനത്തെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഈ റോഡ് നേരെ പോയാലും നമ്മളെ ഫസ്റ്റ് കാണിച്ചെന്ന റോഡുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് വരുന്ന റോഡാണ് ഈ റൂട്ടുമേക്ക് എൻഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇങ്ങനെ പോവാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ക്യാൻറ്റീൻ ഉണ്ട്. ഇതൊക്കെ ഓരോരോ ലാബും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ കുറേ ഡോഗ്സൊക്കെ ഉണ്ടാവും. നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നും ചെയ്യൂല. നമ്മളൊരു കൂട്ടത്തിലുള്ള ആൾക്കാരെ പോലെ നിന്നിട്ട് ഒന്നും ചെയ്യൂല, ഒരു പ്രശ്നമില്ല. അല്ല, ഇവിടെ കുറേ ഡോഗ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു നാട്ടിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറയ്ക്കാൻ വരിക, ചാടുക. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ വരണാണ്ട് ഒരു മാറിത്തരും, ഭയങ്കര സ്നേഹമാണ്. നമ്മളെ ഹോസ്റ്റലിലുള്ള ചങ്ങായിയാണ്. Tell me. I don't know Malayalam. You don't know Malayalam? You just self-introduce. Hello sir. Hello sir. And madams, I am Gaurav. From where I am from? I am doing masters here in Delhi University from political science, and I don't have anything else to say, bro. This is the only identity I have got since now. Okay. ഇതെന്ന് പറയുന്നത് മൈക്രോബയോളജിൻ്റെ കുറേ നെല്ല് കൃഷികളും അങ്ങനത്തെ കാര്യങ്ങൾ, കുറേ റിസർച്ചിൻ്റെ കുറേ അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ നോക്കിയാലും ഒരു പച്ചപ്പ്, ഇതൊക്കെ പീസ്ഫുള്ളാണ്. പിന്നെ ഇതാ നമ്മുടെ ടീമുണ്ട് ഇവിടെ. ടീം കടിക്കുമെന്നൊന്നും അറിയില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ പറയും നോർത്ത് ക്യാമ്പസിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറയും ഇവിടെ ഒരു പീസ്ഫുള്ളാണ്, സൈലൻ്റാണ്. സംഭവം ശരിയാണ്. നോർത്ത് ക്യാമ്പസ് കുറച്ച് റഷാണ്. ഇവിടെ ഒരു സൈലൻ്റായിട്ട് ഒരു പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയൊരു ക്യാമ്പസാണ്. ഇതാണ് നമ്മളെ ബാഡ്മിൻ്റൺ കോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ അങ്ങനെ വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. തൽക്കാലം നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഇതൊക്കെ ഉണ്ട് എന്നല്ലാതെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. നായ്ക്കളെ കുരയൊക്കെ കേൾക്കും, ഇങ്ങോട്ട് വന്ന് കടിക്കില്ല എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു, അതൊന്നും അറിയില്ല. ഇതൊക്കെയാണ്
ബാഡ്മിൻ്റൺ കോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് നമ്മളെ ആർട്സ് ഫാക്കൽറ്റീൻ്റെ ബിൽഡിങ് വരുന്നത്. ഇവിടെ അത്യാവശ്യം ഇരിക്കാനും കപ്പിൾസിനൊക്കെ ഇരിക്കാനും ചങ്ങായിമാർക്ക് ഇരിക്കാനും നല്ല അടിപൊളി ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വൈബ് ഉണ്ട്. ഇതാണ് ഫാക്കൽറ്റി ഓഫ് ആർട്സ് വരുന്നത്. ഇവിടെയാണ് കാര്യമായിട്ട് കുട്ടികളൊക്കെ ഉള്ളത്. പക്ഷേ അതെ കുട്ടികളെ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? കുട്ടികളെ കണ്ടിട്ടൊന്നും പറയാനില്ല. പ്രസാദിനിപ്പോൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു മടിയിലാണ്. ഇത് പാർക്കിങ്ങിനൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഈ റോഡും കണക്ട് ചെയ്യണം. നമ്മൾ കയറി വരുമ്പോഴുള്ള റോഡിൻ്റെ ആ ഒരു റൂട്ടിലാണ് ഇത് കണക്ട് ചെയ്യണത്. അപ്പോൾ ഈ റോഡും അങ്ങനെ തന്നെ പോണ്. ഫാക്കൽറ്റി ഓഫ് ആർട്സ് ഇവിടെയും വരുന്നത് പാർക്കിംഗ് ഒക്കെയാണ്. പിന്നെ ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ലൈബ്രറിയിലുണ്ട്, ഇടയ്ക്ക് അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റിൻ്റെ കടയൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഫാക്കൽറ്റി ഓഫ് ആർട്സിൻ്റെ വേറൊരു ഭാഗം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കൂടെ ആയിട്ട് വന്നത്. നമ്മൾ പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിൻ്റെ അവിടെ ഒരു ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കുറേ ആൾക്കാർ വരും. അവിടെ കുറേ മീറ്റിങ്ങും കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് വരുന്ന ആൾക്കാരെ വണ്ടി നിർത്തിയിട്ടാണ് ഇപ്പോൾ ഇത് കാണണമൊക്കെ. ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും നായ്ക്കളുണ്ടാവും. ഇവിടെ ഉള്ള ഗാങ്ങിൻ്റെ അടുത്ത് ഈ പുറത്തുനിന്ന് ഒരു നായ കയറി വന്നാൽ സീനാണ്. ഒരു ആട്ടി പറഞ്ഞയക്കും. അതങ്ങ് ഭയങ്കര അടി ശബ്ദമൊക്കെയാണ് അല്ലേ? അതേപോലെ ആട്ടി പറഞ്ഞയക്കുന്ന നായാണ്, പക്ഷെ അത് പോണില്ല. പിന്നെ ഞാൻ പറഞ്ഞ 2 റോഡ് കണക്ഷൻ വരുന്നു. ഒരു റോഡ് അവിടെ നിന്നാണ് വരുന്നത്. ഇപ്പം നമ്മൾ വന്ന റോഡാണ് ഇത്. ഈ 2 റോഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ജംഗ്ഷനാണിത്. ഇവിടുന്ന് ഈ ജംഗ്ഷനിലാണ് ഇവിടെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ക്യാൻറ്റീൻ്റെ നേരെ ബാക്കിലാണ് നമ്മളെ ഗ്രൗണ്ട് വരുന്നത്. അത്ര വലിയ ഗ്രൗണ്ടൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ ഒരു വോളിബോൾ കോർട്ടും ഫുട്ബോളിൻ്റെ ആണ് വരുന്നത്. പിന്നെ ക്രിക്കറ്റും കളിക്കലൊക്കെ ഉണ്ട്. ഈ റോഡ് നേരെ പോണത് വേറൊരു ഗേറ്റിലേക്കാണ്. 3 ഗേറ്റ് ഉണ്ട് ടോട്ടൽ ഇവിടെ. നമ്മൾ ആദ്യം കണ്ടതാണ് മെയിൻ ഗേറ്റ്. ഗ്രൗണ്ട് ഇവിടെ കുറേ ആൾക്കാർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സാറുമാരൊക്കെ കളിക്കുന്നത് തോന്നുന്നുണ്ട്. ഇവിടെ PhD ചെയ്യണവരൊക്കെയാണ് കളിക്കുന്നത് തോന്നുന്നുണ്ട്. ഇവിടുത്തെ നമ്മളിഞ്ഞ് നോക്കാം ഹെൽത്ത് സെൻ്ററാണ്. ഇവിടെ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ബോർഡുണ്ട്. അത് ഈ നേരെ പോണ റോഡിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടുണ്ട് വരേണ്ടത്. ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും പോയി കഴിഞ്ഞാൽ നമുക്ക് പാരസെറ്റമോൾ കിട്ടും. പിന്നെ എങ്ങനെ കുടിക്കണം എപ്പോൾ കുടിക്കണം എന്നൊന്നും പറഞ്ഞില്ല. മരുന്നാണ്ട് എടുത്തു തരും അല്ലേ? വേറെ ഒന്നുമില്ല. ആർക്കും എല്ലാവർക്കും ഫ്രീ ആണ്. നമ്മൾ പനിയായിട്ട് പോയാലും പാരസെറ്റമോൾ കിട്ടും, വയറുവേദനയായിട്ട് പോയാലും പാരസെറ്റമോൾ കിട്ടും. അതൊരവസ്ഥയാണ്. കുഴപ്പമൊന്നുമില്ല. മരുന്ന് എല്ലാതും തരും. ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ് തോന്നുന്നുണ്ട്. മരുന്ന് തരും. നമ്മളെ നാട്ടിലൊക്കെ മരുന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഭക്ഷണത്തിൻ്റെ മുന്നേ കുടിക്കണം അങ്ങനെയൊക്കെ പറയില്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ മരുന്നുണ്ട് എടുത്ത് തരും. പിന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം ഇതെപ്പോൾ കുടിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു തരുള്ളൂ. റോഡ് കുറച്ച് നടക്കാണ്ട്, കുറച്ചുള്ളൂ. ഈ റോഡിൻ്റെ ഒരു എൻഡ് ഭാഗത്താണ് ഈ ഹെൽത്ത് സെൻ്റർ വരുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. പിന്നെ നമുക്ക് ചെറിയൊരു ഫോറസ്റ്റ് ആക്കിയിട്ട് കൂട്ടാം. ഇവിടെ മയിലൊക്കെ ഉണ്ടാവും എപ്പോഴും. മയിൽ, പിന്നെന്താ കുറുക്കൻ എല്ലതും ഉണ്ടാവും. ഹോസ്റ്റലിൻ്റെയൊക്കെ റൂമിൻ്റെ വായിൽ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ മയില. അവിടെ ഫുള്ള് മയിലൊക്കെ ഉണ്ടാവും എപ്പോഴും. സംഭവം രസമാണ്. പിന്നെ പാമ്പിനൊക്കെ കണ്ടുകയാണ്. പാമ്പൊക്കെ കയറി വന്നാൽ കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് നമ്മളെ ഹെൽത്ത് സെൻ്ററിൻ്റെ ഒരു ഭാഗം. ഈ മതിലിൻ്റെ അപ്പുറത്ത് സാധാ ആൾക്കാർ നിൽക്കുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ആംബുലൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. കൊണ്ടുപോയിന്നറിയില്ല. കുറച്ച് ഗള്ളി പോലത്തെ സ്ഥലങ്ങളാണ്. അത് പിന്നെ കുറച്ച് ഗള്ളി പോലത്തെ ഒരു സ്ഥലങ്ങളാണിത്. ഇതാണ് നമ്മളെ ഹെൽത്ത് സെൻ്റർ വരുന്നത്. ഹെൽത്ത് സെൻ്റർ കാണുന്നത്. ഇവിടെ പിന്നെ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ നേരെ വരുന്ന റോഡുണ്ടല്ലോ, ആ റോഡിൽ നിന്ന് റൈറ്റ് കയറിയിട്ടാണ് ഇപ്പോൾ ഹെൽത്ത് സെൻ്ററിൻ്റെ ഉണ്ട് വന്നത്. ക്യാൻറ്റീൻ്റെ അവിടെ നിന്ന് ആ റോഡ് നേരെ പോയിട്ട് തന്നെ മറ്റേ റോഡിൻ്റെ മറ്റേ സ്ട്രെയിറ്റ് പോണ റോഡുമ്പോഴേക്ക് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ റോഡ് നേരെ പോണത് നമ്മളെ മെട്രോ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇത് കൂടെ പോകണതാണ് സുഖം തോന്നുന്നുണ്ട് മെട്രോ ഒക്കെ കയറാൻ. മറ്റേ റോട്ടുമ്പോൾ കൂടെ പോകുമ്പോൾ പൊടിയും കാര്യങ്ങളും ഇതാകുമ്പോൾ സുഖമായിട്ട് നടന്നു പോയി നേരെ അങ്ങോട്ട് കയറാറുള്ളൂ. ഇതാണ് അപ്പോൾ റോഡ് കണക്ട് ചെയ്യുന്ന ഏരിയ. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ
ടീച്ചേഴ്സും എല്ലാം നിൽക്കുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഇവരെ സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സാണ്, ഇവർക്ക് ഫ്രീ ആണ് ഇവിടെ. ഇത് സംഭവം ഗേൾസ് ഹോസ്റ്റലാണ്. ആ കാണുന്നത്. ഈ ഗേറ്റിൻ്റെ അപ്പുറത്ത് റോഡുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കോളേജ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. ഇവിടെ മൊത്തം സ്റ്റാഫുകളെ നിൽക്കാനുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഗേറ്റും കൂടി ഉണ്ടെന്ന്, ആ ഒരു ഗേറ്റാണിത്. ഈ ഗേറ്റിൻ്റെ ഇത് ജസ്റ്റ് അതിൻ്റെ മുന്നൊരു ഗേറ്റ്, ലാസ്റ്റായിട്ട് അതിൻ്റെ അപ്പുറത്തൊരു ഗേറ്റും കൂടി ഉണ്ട്. അതാണ് ഔട്ടായിട്ട് വരുന്നത്. ഇത് രണ്ട് മതിലാണ് പറഞ്ഞത്. ഇത് നേരെ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി വന്നിട്ട് ഇതിൻ്റെ ഈ കാണുന്നത് നേരെ ബസ് സ്റ്റാൻഡുമാണ്. ഇവിടെ ബസ്സും ഉണ്ടാവും. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കോളേജസ് ഉണ്ട്. ഒന്ന് വെങ്ക്യം, ഒന്ന് ARSDയും. അപ്പം നമുക്ക് ഇനി നേരെ ക്യാൻറ്റീൻ്റെ ഭാഗത്തേക്ക് പോവാം. ഞങ്ങൾ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് വന്ന ആ റോഡാണിത്. ഇപ്പോൾ ജംഗ്ഷന് ഇവിടുന്ന് നേരെയാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ റോഡാണ് ആ ക്യാൻറ്റീൻ്റെ അവിടെ നിന്ന് വരുന്നത്. ആ സ്ട്രീറ്റ് വരുന്ന റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി നേരെ ആ ക്യാൻറ്റീൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളെ ക്യാൻറ്റീൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ക്യാൻറ്റീന്. അപ്പോൾ ഈ ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. എന്നിട്ട് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി ഇനിയിപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ കൂടെ നേരെ അങ്ങോട്ട് പോകും. റൂട്ടും കാര്യങ്ങളും മാപ്പൊക്കെ ഉണ്ട്. ക്യാമ്പസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് നോക്കിയിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. എന്ന് പറഞ്ഞില്ലേ ബാഡ്മിൻ്റൻ്റെ കോർട്ടൊക്കെ ഉണ്ടെന്ന്, അത് ഈ ഭാഗത്താണ്. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അതിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ വന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ നടന്ന് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് എത്തും. അവിടുന്ന് പിന്നെ അഡ്മിൻ ബ്ലോക്ക് കാര്യങ്ങൾ ആ റൂട്ടിൽ കൂടെ ആയിട്ട് പോവാം. ഇതാണ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ. അവിടെ ഒരു ആനിമൽ ഹൗസൊക്കെ ഉണ്ട്. ആനിമൽ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇവിടെ അനിമൽസുള്ള ഏരിയ തന്നെ ഇരിക്കുന്നില്ല, അത് റിസർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ. ഇവിടുത്തെ ഗേൾസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. നമ്മളെ ക്യാൻറ്റീൻ നേരെ വന്നിട്ടുള്ള ആയിട്ട് അങ്ങോട്ട് ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ എടുക്കാൻ പാടില്ല. ഇതിൻ്റെ ഒരു മാന്യതയിൽ എടുക്കാൻ പാടില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങോട്ട് വരുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൽ നോക്കുമ്പോൾ സൗത്ത് ക്യാമ്പസ് ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോസാണ്. ഈ ഒരു ഏരിയയിലാണ് ഗേൾസ് ഹോസ്റ്റലിൽ വരുന്നത്. വീഡിയോയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റോഡ് നേരെ കാര്യമായിട്ട് പോകാൻ തന്നെ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കുറേ സ്റ്റാഫുകൾക്കുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളത് ഇവിടെ കുറേ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ഒരു പിടുത്തമില്ല. ഇതാണ് മൈക്രോബയോളജിൻ്റെ ഇൻറ്റേൺഷിപ്പൊക്കെ നടക്കണ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നുള്ളത് നമ്മൾ ലൈബ്രറീൻ്റെ അവിടെ നിന്നാണല്ലോ സ്ട്രെയിറ്റ് പോയത്. അവിടെ നേരെ കണ്ടൊരു റോഡുണ്ട്. ആ റോഡ് എന്ന് പറയുന്നതാണ് ഈ വരുന്ന റോഡ്. ആ റോഡാണ് ഈ റോഡ്. ഈ റോഡ് നേരെ കണക്ട് ചെയ്യുന്നത് ഇതാണ്. അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ഏരിയ എന്ന് പറയുന്നത് വരുന്നത് ഈ ഒരു ഏരിയയാണ്. ഇവിടെ കുറേ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ലൊരു വേറൊരു മൂഡാണ്. സംഭവം ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണാൻ രസമുണ്ട്. അത്യാവശ്യം പഴക്കമുണ്ടാവും ഇവിടാ ഈ അത്യാവശ്യം പഴക്കമൊക്കെ ബിൽഡിങ്ങാണ്, പക്ഷേ കാണാൻ അത്യാവശ്യമാണ്. ഇതാണ് ബയോടെക് സെൻറ്റർ, ഈ ഒരു ഏരിയയ്ക്കാണ്. പിന്നെ കണ്ടില്ലേ അത്യാവശ്യം പിക്കൊക്കെ അടിക്കാൻ പറ്റിയ ഏരിയാസൊക്കെ ഉണ്ട്. സംഭവം രസമാണ്. ഇങ്ങനെ ബോറൊക്കെ അടിച്ചിരിക്കുമ്പോൾ അങ്ങനെ പറേൻ്റെ മേലെ കയറിയിരിക്കുക, ഇവിടെ ജീവിക്കുക, കുഴപ്പമൊന്നുമില്ല. ഇതാണ് സൗത്ത് ക്യാമ്പസിലെ ഡയറക്ടർ ഓഫീസാണിത്. ഇവിടെ ട്രാൻസ്ക്രിപ്റ്റൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ്. അത് എക്സാമിനേഷൻ്റെ ഇതിൻ്റെ അപ്പുറത്താണ് വരിക. ഇപ്പോൾ ഇവിടെ നമുക്ക് ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ATM ഉണ്ട്, SBIൻ്റെ ബാങ്കാണ് വരുന്നത്. അതുകൊണ്ട് സുഖമാണ്, പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ബാങ്ക് കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. പിന്നെ ഒക്കെ ക്യാമ്പസിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പോസ്റ്റ് ഓഫീസിൻ്റെ സർവീസ് ഉണ്ട്. ഇതാ അപ്പം അതൊക്കെ നോക്കുകയാണെങ്കിൽ സംഭവം നല്ലൊരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെയാണ്. പുറത്ത് പോയിട്ട് ആകെ ഇതാവേണ്ട സീനൊന്നുമില്ല, ഇവിടെ തന്നെ ചെയ്യാം. ഇതാണ് ആ പറഞ്ഞത് ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞത്. അതാണ് നമ്മളെ എൻട്രൻസ്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. എന്നിട്ട് ആ ലൈബ്രറീനായിട്ട് കയറിപ്പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് കാണിച്ചൊരു റോഡിൻ്റെ ആ റോഡാണ് ഈ നേരെ പോണത്. അപ്പോൾ അവിടെ നിന്നാണ് അപ്പോൾ നമ്മൾ ചുറ്റിയിട്ട് വന്നത്. അപ്പോൾ ഇനി പോകാൻ പോകുന്നത് അഡ്മിൻ ബ്ലോക്കും നമ്മളെ PG മെൻസ് ഹോസ്റ്റലിൻ്റെ ഒക്കെ
ബാധിക്കുകയാണ്. എല്ലായിടത്തും ബോർഡ് ഉണ്ടാവും. ജംഗ്ഷൻ വരുന്ന ഭാഗത്തൊക്കെ നമ്മളെ ഈ ബോർഡ് കാണാൻ പറ്റും. ബോർഡ് നോക്കിയിട്ട് പോയാൽ മതി. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ ഒന്നും തുറക്കാത്തത്. SBIൻ്റെ ബാങ്കാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ടണലൊക്കെ ഉണ്ട്. UGC നെറ്റിൻ്റെ മെയിൻ സെൻറ്റർ ഇതാണിത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല ഇവിടെ 3 ഗേറ്റ് ഉണ്ടെന്ന്. ഒന്ന് മെയിൻ ഗേറ്റ് നമ്മൾ കണ്ട്, പിന്നെ വേറെ മെട്രോൻ്റെ ഭാഗത്തേക്ക് പോകണം ആ ഗേറ്റ് കണ്ട്, പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ളൊരു ഗേറ്റാണ് ഈ കാണുന്നത്. ഈ ഗേറ്റ് കൂടെ നടന്നു വരാൻ മാത്രം പറ്റുള്ളൂ. വാഹനങ്ങൾ വരുന്ന മെയിൻ ഗേറ്റ് കൂടെ മാത്രമേ വരാൻ പറ്റുള്ളൂ. അതും മറ്റ് 2 ഗേറ്റ് ഉള്ളത് നമുക്ക് നടന്ന് കയറാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ അഡ്മിൻ ബ്ലോക്ക് എന്ന് പറയുന്നതാണ് ഇത്. ഇവിടെ നിന്നാണ് നമുക്ക് ID കാർഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിവിടെ വരണം. ഇവിടെ ഒരു ലേഔട്ട് പ്ലാൻ ഉണ്ട്, നമ്മളെ ഇവിടുത്തെ റൂട്ടും മാപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നുപോയി. ഇവിടെ നമുക്ക് കറ്റാർ വാഴ നല്ല സുഖമായിട്ട് കിട്ടും. എടുക്കാൻ മറന്നു. നമ്മളിപ്പോൾ വന്ന വഴി തന്നെയാണ്. ഇവിടെ വാഴ ഉണ്ട്. വാഴ അപൂർവമായിട്ടൊക്കെ കാണുള്ളൂ വാഴ. ഇത് മുടിയൊക്കെ കയറി ഉള്ളവർക്കും കറ്റാർ വാഴയൊക്കെ എടുക്കാം. സുഖമാണ്, സീനൊന്നുമില്ല. എന്തായാലും ഇവിടെ എത്തിയാൽ മുടിയൊക്കെ പോകും, ഉറപ്പാണ്. ഞാനൊക്കെ ഇപ്പോഴത്തെ കഷണ്ടിയാവും. ഇവിടുന്ന് പോകുമ്പോഴത്തേന് എന്തായാലും കഷണ്ടിയാവും. അതാണ് അവസ്ഥ. എൻ്റെ റൂംമേറ്റ് വരുന്നുണ്ട്. This is Sanju dear, my roommate. Hello everyone, how are you? Subscribe this channel. Yeah. ആണ് നമ്മളെ ഹോസ്റ്റലിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. നമ്മളെ സെക്യൂരിറ്റി മാമൻ്റെ സ്ഥലമൊക്കെയാണ്. നമ്മളെ 2 ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഇതാണ് സറാമതി ഹോസ്റ്റൽ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ, ഇതാണ് അരാവലി ഹോസ്റ്റൽ സെക്കൻഡ് ഇയേഴ്സിൻ്റെ. പേരയ്ക്ക് നാരങ്ങയൊക്കെ ഉണ്ട്, ഇന്നലെ ഞങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതൊക്കെ ഇരുന്ന് സെറ്റാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൗത്ത് ക്യാമ്പസിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.